എല്ലാം തകർന്നു പോയി എന്ന് എങ്ങനെ നമുക്ക് നോർമലായിട്ട് എങ്ങനെ എണീക്കാൻ പറ്റുമോ എന്ന് പോലും അറിയാത്തൊരു സമയത്തും എല്ലാ സപ്പോർട്ടും തന്ന് നമ്മളെ ഇന്ന് കാണുന്ന എന്നെ ആക്കാൻ വളരെ വലിയ പങ്ക് വഹിക്കുന്നത് എൻ്റെ പാർട്ട്ണർ തന്നെയാണ്. അതായത് എനിക്ക് ഇമോഷണലി മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നമായിരുന്നു. അതാണ് ഞാൻ നേരിട്ടുകൊണ്ടിരുന്ന ഏറ്റവും വലിയ ചലഞ്ച്. ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ അതിൽ സങ്കടങ്ങളുണ്ട്, സന്തോഷങ്ങളുണ്ട്, പെയിൻ ഉണ്ട്. പക്ഷേ അതിൻ്റെ ഔട്ട്കം ദേഷ്യം മാത്രമായിരുന്നു പുറത്തേക്ക് വന്നിരുന്നത്. മൊത്തത്തിൽ ഞാനൊരു ആംഗ്രി പേഴ്സൺ അല്ലാതിരുന്നിട്ട് കൂടിയും ഒരു ഡ്രമാസ്റ്റിക് ചേഞ്ച് ഇങ്ങനെ വന്നത് എന്നെ എന്താണ് എന്നുള്ള ഒരു വല്ലാത്ത സങ്കടത്തിലാക്കുന്നുണ്ടായിരുന്നു. പിന്നെ അന്നേരം കുറേ പ്രയാസങ്ങളുണ്ടായിരുന്നു. ഫിനാൻഷ്യൽ ക്രൈസിസ്, പിന്നെ എൻ്റെ ബ്രദറിൻ്റെ ലോസും, പിന്നെ പെട്ടെന്ന് കരിയർ ബ്ലോക്ക്, അങ്ങനെ എല്ലാം കൂടെ ഞാൻ എന്താ പറയുക സ്മൂത്തായി പോയിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ലൈഫിൽ പെട്ടെന്നൊരു സ്റ്റക്ക് വന്നൊരു ഫീലായിരുന്നു. എവിടുന്നാണ് പിന്നെ ഒരു ലൈഫിൽ ഒരു ചേഞ്ച് വന്നത്? അതായത് എനിക്കൊരു പോളിസി ഉണ്ട്. എന്താന്ന് വെച്ചാൽ ഡേ ടൈം എത്ര ഹെക്റ്റിക് ആണെങ്കിലും എനിക്ക് പ്രശ്നമില്ല. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ എനിക്ക് സമാധാനമായിട്ട് ഉറങ്ങണം. അതെനിക്ക് നിർബന്ധമുള്ള കാര്യമാണ്. പക്ഷേ എൻ്റെ ലൈഫിൽ ഏതോ ഒരു സ്റ്റേജിൽ എനിക്ക് അതിന് പോലും പറ്റാണ്ടായി. നൈറ്റ് നമ്മൾ ഉറങ്ങാൻ കിടന്നിട്ടുണ്ടെങ്കിൽ ഫുൾ ഈ നെഗറ്റീവ് തോട്ട്സ് മാത്രം ഭയങ്കരമായിട്ട് നമ്മളെ ഹോണ്ട് ചെയ്യും. ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഇനി എന്ത് എന്നുള്ളതിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. അങ്ങനെ റാൻഡംലി ഞാൻ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുന്ന സമയത്താണ് ഷബ്ന മാമിൻ്റെ ഹീൽ ആൻഡ് ഗ്രോ എന്ന് പറഞ്ഞിട്ട് ഒരു 3 days വർക്ക്ഷോപ്പ് ഉണ്ടെന്ന് കണ്ടത്. വലിയ ഹോപ്പൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ട് കയറി. എന്താണ് ഷബ്നയുടെ പ്രൊഫഷൻ വരുന്നത്? ഞാനൊരു ലാബ് ടെക്നോളജിസ്റ്റാണ്. ഞാൻ UAE യൂണിയൻ ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്തിരുന്നത്. ഓൾമോസ്റ്റ് 2 വർഷം അവിടെ വർക്ക് ചെയ്തു. പിന്നെ കോവിഡ് ടൈം ആയപ്പോൾ റെസിഗ്നേഷൻ കൊടുത്തിട്ട് ഇറങ്ങി. എത്ര മക്കൾ? ഷബ്നയെ കൂടുതൽ അടുത്തറിഞ്ഞപ്പോൾ മനസ്സിലായിട്ടുള്ളത് ഷബ്നയുടെ ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറേ അപ്സ് ആൻഡ് ഡൗൺസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് ഇപ്പോൾ സ്ട്രോങ് ആയിട്ട് തന്നെ നമ്മൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെ ലൈഫിലും എപ്പോഴും നമുക്കൊരു ബാക്ക് ബോൺ ഉണ്ടാവുമല്ലോ, ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള. അങ്ങനെ ഷബ്നക്കുള്ള എന്ത് സ്ട്രെങ്ത് ആണുള്ളത്? എൻ്റെ ലൈഫിലെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. എനിക്കൊരു സംശയം കൂടാതെ പറയാനാവും. ഇപ്പം എന്താണ് ഷബ്നക്ക് ഫീൽ ചെയ്യുന്നത്? പെട്ടെന്ന് എൻ്റെ സങ്കടങ്ങളൊക്കെ മാറി അങ്ങനെ ഒരു മിറാക്കിൾ സംഭവിച്ചു എന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷെ ഞാൻ ഇതുവരെ പറയാത്ത എൻ്റെ ഏതൊക്കെയോ പെയിൻ ഞാൻ പോലും അറിയാതെ ഹീലാവുന്നുണ്ട് എന്നൊരു വിശ്വാസം എനിക്കുണ്ടായി. അപ്പം അതുവഴിയാണ് പിന്നീട് ഞാൻ അങ്ങനെ സോൾ മാസ്റ്ററി എന്ന് പറഞ്ഞ കോഴ്സ് ചെയ്യാം, ഒരു ലൈഫ് ട്രാൻസ്ഫോർമേഷൻ കോഴ്സ് ചെയ്യാമെന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയത്. കാരണങ്ങൾ കൊണ്ട് ഒരു സ്റ്റെപ്പ് ബാക്ക് ഇട്ടിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ഇക്കൊക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടല്ലേ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് എന്നെ ബൂസ്റ്റ് ചെയ്തത്, എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ട് എന്തായാലും നീ കോഴ്സ് ചെയ്യണം എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ചത് എൻ്റെ ഹസ്ബൻഡാണ്. അതിന് ഞാനിപ്പോൾ തീർച്ചയായിട്ടും ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. അൽഹംദുലില്ലാ ഇപ്പം എനിക്കത് നല്ല ഡിസിഷൻ ആയിരുന്നു എന്ന് തന്നെയാണ് ഞാനിപ്പോൾ വിശ്വസിക്കുന്നത്. ഓക്കെ, ആ ഒരു ഡിസിഷൻ എടുത്ത് സോൾ മാസ്റ്ററിൽ ജോയിൻ ചെയ്തപ്പോൾ ഇപ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത്? അതായത് എൻ്റെ സറൗണ്ടിങ്സിലൊന്നും വലിയ കാര്യമായ ചേഞ്ചസ് വന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. നേരത്തെ ഞാൻ ഏതൊരു എൻവയോൺമെൻറ്റിലാണോ ഉണ്ടായിരുന്നത് അതുപോലൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ എൻ്റെ. പക്ഷെ മാറിയത് ഞാനാണ്, എൻ്റെ കാഴ്ചപ്പാടുകളാണ്. എവിടെയോ ഞാൻ വായിച്ചിട്ടുണ്ട്, കാറ്റ് വീശുന്നത് വെറുതെ ഇലകൾക്ക് നൃത്തമാടാനല്ല, മറിച്ച് മരത്തിന് വേരിന് ബലം കൂട്ടാനാണെന്ന്. അതുപോലെ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാവുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ഒരു സ്ട്രോങ് വേർഷൻ ഓഫ് നമ്മളുണ്ട്, അതിനെ പുറത്തേക്ക് കൊണ്ടുവരാനാണെന്നാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ബിലീവ് ചെയ്യുന്നത് യെസ് ഐ ആം സ്ട്രോങ് ഇനഫ് എന്നാണ്. ഒരു സ്ത്രീക്ക് മെൻ്റൽ ഹെൽത്തിൻ്റെ ആവശ്യകത എന്താണ്? അതായത് എൻ്റെ അടുത്ത് ഈ കോഴ്സ് ചെയ്യുമ്പോഴേ സോൾ മാസ്റ്റർ ചെയ്യുമ്പോൾ കുറേ പേര് ചോദിച്ചിരുന്നു എന്തിനാണ് ഇങ്ങനെ ഒരു കോഴ്സ് ചെയ്യുന്നത് എന്ന്. പ്രത്യേകിച്ച് മൊഡ്യൂൾസ് ഇല്ല, അതിനൊരു സിലബസോ സർട്ടിഫിക്കേഷനോ ഇല്ലാത്തൊരു കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിനാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ മെൻ്റൽ ഹെൽത്ത് ഒന്ന് സ്റ്റാൻഡർഡൈസ് ചെയ്യാന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് ഞാനിത് കോഴ്സ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ള ആളുകൾ എന്നെ ചോദിച്ചു മെൻ്റൽ ഹെൽത്തോ എന്ന്. പക്ഷെ ആ ഒരു ക്വസ്റ്റ്യനാണ് എനിക്ക് ഭയങ്കര ടേണിങ്സ് ആയിട്ട് തോന്നിയത്. മെൻ്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിസിക്കൽ ഹെൽത്തിനെക്കാട്ടിലും ആസ് എൻ ഇൻഡിവിജ്വൽ ഐദർ ഇറ്റ് ഈസ് മെയിൽ ഓർ ഫീമെയിൽ ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ അല്ലെങ്കിൽ ഫിസിക്കൽ ഹെൽത്തിനെക്കാട്ടിലും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ് നമ്മുടെ മെൻ്റൽ ഹെൽത്ത്. അതിന് കാരണവും ഞാൻ പറയാം. ഇപ്പോൾ ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരു ഫാമിലിയുടെ സെൻട്രൽ പോയിന്റ് അല്ലെങ്കിൽ സെൻട്രൽ പില്ലർ, ഈ നെടുന്തൂണ് എന്നൊക്കെ പറയില്ലേ, ഇപ്പം എൻ്റെ ഫാമിലിയിൽ ഞാനാണ് സെൻട്രൽ ഫോക്കസ്. എന്നെ കണക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ എന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ കിഡ്സ്, പാരൻസ്, സിബ്ലിങ്സ്, ഇൻലോസ് എല്ലാവരും ഉള്ളത്. അപ്പോൾ ഞാൻ പോസിറ്റീവായിട്ട് ഇരിക്കുക അല്ലെങ്കിൽ എൻ്റെ മെൻ്റൽ ഹെൽത്ത് സേഫായിട്ട് സ്റ്റേബിളായിട്ട് ഇരിക്കുക എന്നുള്ളത് ഇവരെല്ലാവരെയും അത് ഡിപ്പെൻഡ് ചെയ്യും. എനിക്ക് വേണ്ടി മാത്രമല്ല ഇവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഓക്കെ ആയിരിക്കേണ്ടത്.
ഇൻ കേസ് ഞാൻ കൊളാപ്സ്ഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ എനിക്ക് എങ്ങനെ ഇവർക്ക് പോസിറ്റീവ് എനർജി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക? നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതല്ലേ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഷബ്ന ഇപ്പം എത്തി നിൽക്കുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഒരു പീസ്ഫുൾനെസ്. ആ ഒരു പോയിന്റ് റിയലൈസ് ചെയ്തത് കൊണ്ട് ഷബ്നക്ക് ആ ഒരു പോയിന്റിൽ നിന്ന് എന്താണ് സൊസൈറ്റിക്ക് ഒരു മെസ്സേജ് കൊടുക്കാനുള്ളത്? എനിക്ക് സൊസൈറ്റിയുടെ അടുത്ത് പറയാനുള്ളത് ഒറ്റ കാര്യമാണ്, നമ്മുടെ ഹാപ്പിനെസ്സിൻ്റെ കീ ദയവ് ചെയ്ത് നമ്മുടെ കയ്യിൽ തന്നെ സേഫാക്കി വെക്കണം. ഇപ്പം ഞാനൊക്കെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഹാപ്പിനെസ്സിൻ്റെ കീസ് എല്ലാവരുടെ കയ്യിലും കൊണ്ടുവച്ച് കൊടുത്തു. അവരെന്നെ സന്തോഷിപ്പിക്കണം. ഞാൻ ഓരോരുത്തർക്കും അവരെന്ത് ചെയ്യണമെന്ന് ഞാനങ്ങ് എക്സ്പെക്റ്റ് ചെയ്യും. അത് ചെയ്യാതിരിക്കുമ്പോൾ അത് ഓർത്ത് സങ്കടപ്പെടും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ അറിവിൻ്റെ അപ്പുറത്തൊരു തിരിച്ചറിവ് ഉണ്ടായപ്പോൾ ഞാൻ എല്ലാവരുടെ കയ്യിൽ നിന്നും ആ കീ മേടിച്ച് എൻ്റെ കയ്യിൽ വെച്ചു. ഇപ്പം അത് എൻ്റെ കയ്യിൽ സേഫാണ്. സോ ദാറ്റ് ഐ ക്യാൻ ഡിസൈഡ് വെദർ ഐ വാണ്ട് ടു ബി ഹാപ്പി ഓർ നോട്ട്. സൂപ്പർ.